കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ രണ്ടുപേരും ഒരു ഷോപ്പിംഗ് സ്പ്രീലായിരുന്നു. സാധനം വാങ്ങുന്നതിനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയത് ഇനി ഇതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണ്ടേ. ഇതാണ് ക്രാംസോഗ് തന്ന ലിസ്റ്റ്. കുറെയൊക്കെ വാങ്ങിയെത്തി, എന്നാലും കുറച്ച് അൽക്കുലത്തെ ഷോപ്പിംഗും കൂടെ ബാക്കിയുണ്ട്. ദാഹം മാറിയ സ്ഥിതിക്ക് ഡിന്നർ ഉണ്ടാക്കാം. ഇന്നത്തെ അത്താഴം ചിക്കൻ പുട്ടും വെജിറ്റബിൾ സാലഡും ആണ്. ഇവിടെ ഇപ്പൊ ചിക്കൻ മുറിക്കാൻ വിഷ്ണു കഴിഞ്ഞ ആളുള്ളൂ. റിക്വയർമെന്റ്സ് കൊടുത്താൽ കൃത്യ ഷേപ്പിലും സൈസിലൊക്കെ മുറിച്ചു തരും. ഇന്ന് വെറും പുട്ടല്ല, റാഗി പുട്ടാണ്. കുറച്ച് കാൽഷ്യം അയണൊക്കെ കയറട്ടെ. ഞങ്ങൾ മലപ്പുറത്തെ റാഗി എന്നല്ല രായി എന്നാ പറയാറ്. നിങ്ങളോ? വിഷ്ണു ഒരു ചെറിയ ഓട്ടത്തിന് പോവാണേ. പ്രഗ്നൻസിയിൽ എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. ഒരു 5-6 മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഓട്ടം ഒന്ന് മെല്ലെ നിർത്താൻ മിഡ്വൈഫ് സജസ്റ്റ് ചെയ്തായിരുന്നേ. ആ വിഷമം നമുക്ക് കരഞ്ഞു തീർക്കാം. ചുമ്മാ ഇത് ഈ ട്രാൻസിഷൻ എടുക്കാൻ നോക്കിയന്റെ ഉള്ളിയുടെ ഒരു പവറേ. എന്നാൽ സമയം കളയാതെ നമുക്കിനി ചിക്കൻ ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതാക്കി എരിഞ്ഞത് ആഡ് ചെയ്ത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് പെരിഞ്ചീരകം, ഉള്ളി, ഉപ്പ്, കറിവേപ്പില ഇട്ട് ഒരു സെക്കൻഡ് റൗണ്ട്. ഇത്തവണ ബ്രൗണോ ഗോൾഡൻ ബ്രൗണോ എന്നുള്ളതല്ല, കരിക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ. ഇനി തീ കുറച്ച് വെച്ച് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അധികം ആർഭാടൊന്നുമില്ല. മഞ്ഞപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല. കഴിഞ്ഞു. ഇനി ഒരു 2-3 മിനിറ്റിന് ശേഷം ചെറുതാക്കി എറിഞ്ഞ് ചിക്കനും കൂടെ ആഡ് ചെയ്ത് ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ആ 15 മിനിറ്റ് പ്രൊഡക്റ്റീവ് ആക്കാൻ ഈ കാണുന്ന വെജിറ്റബിൾസ് വെച്ച് നമുക്കൊരു വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കിയാലോ? ഇന്ന് ഡ്രസ്സിങ്ങും കുറച്ച് സിമ്പിൾ ആണേ. എന്റെ ഡ്രസ്സിംഗ് അല്ല, സാലഡ് ഡ്രസ്സിംഗ്. എന്റെ അമ്മോ, അതൊരു ഒന്നും തന്നെ ചളിയായിരുന്നു അല്ലേ? വേണ്ടായിരുന്നു. ഇനി നമ്മുടെ ചിക്കനും പുട്ടുപൊടിയും ലെയർ ആക്കിയിട്ട് ഒരു 6 മിനിറ്റ് ആവി കയറ്റിയാൽ ചിക്കൻ പുട്ട് റെഡി. ഒരു 8 കിലോമീറ്റർ ഓട്ടം കഴിഞ്ഞ് തളർന്ന് ക്ഷീണിച്ചെത്തിയിട്ടുണ്ട് നമ്മുടെ മ്യോൻ. അങ്ങനെ ചിക്കൻ രാഗിപ്പുട്ട് റെഡി. ഇനി അലങ്കാരത്തിന് നമ്മുടെ സാലഡും ഒരു മുട്ടയും കൂടെ വെക്കാം. ഇന്നിവിടെ നല്ല അടിപൊളി വെതറാണേ, അതുകൊണ്ട് നമുക്ക് ഗാർഡനിൽ ഇരുന്ന് ഡിന്നർ കഴിക്കാം.